ഹലോ ഗൈസ്, അപ്പോൾ ഇന്നും ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഡിന്നറിന് ബെറോട്ടയും ബീഫും ആണേ. അപ്പോൾ ബീഫ് ഇന്ന് ഫ്രൈ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് കഴുകി അങ്ങ് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അങ്ങ് അടച്ച് വെക്കാൻ കേട്ടോ. ഒരു 4 വിസിൽ കേട്ടാൽ മതി, കാരണം ഇന്ന് ബീഫ് ഫ്രൈ ചെയ്യാനാണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. ആ വെള്ളമൊക്കെ അതിൽ തന്നെ വെക്കും, കാരണം വെള്ളം മാറ്റി കുറച്ച് ബീഫ് ഞാൻ ഈ ചട്ടിയിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ബീഫാണ്. ഫ്രൈ ചെയ്യാനുള്ളതിൽ അധികം വെള്ളം വേണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് പീസ് എടുക്കുന്നുണ്ട്. ഒരു 4-5 പീസ് മാറ്റി വെക്കുന്നുണ്ട്, കാരണം നമുക്ക് കുറച്ച് ഗ്രേവി ഉണ്ടാക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് കോൺഫ്ലവറും നമ്മുടെ അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചേക്കും കേട്ടോ. അപ്പോൾ അത് നല്ല കട്ടിയായിട്ട് വരും കേട്ടോ, നല്ല സെറ്റായിട്ട് വരും, കാരണം നമ്മുടെ വെള്ളമൊക്കെ വറ്റി, കാരണം അരിപ്പൊടി ഇതൊക്കെ ഇടുന്നുണ്ടല്ലോ. പിന്നെ ഇതിന്റെ ഫുൾ റെസിപ്പി ഞാൻ പറഞ്ഞു തരത്തില്ല നിങ്ങൾക്ക്, കാരണം നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആരും ഒരു ലൈക്കോ ഒരു കമന്റോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, എങ്കിൽ മാത്രം ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിന്റെ റെസിപ്പി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന്റെ വെള്ളം ഫുള്ള് വറ്റി ഡ്രൈ ആയി വരും കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വെള്ളവും വറ്റും കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവി തയ്യാറാക്കാൻ ഞാൻ കുറച്ച് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സവാളയും വെളുത്തുള്ളി ഇട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഇട്ടൊന്ന് വരട്ടിയിട്ട് നമ്മുടെ തക്കാളി ഇട്ടിട്ട് നമ്മൾ ഇത് വെച്ചിരിക്കുന്ന ബീഫിന്റെ വരട്ടിയ പാത്രത്തിൽ ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ കറിയും അതിലോട്ട് ഒഴിച്ചിട്ടാട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന മസാല എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒഴിച്ച് നമ്മുടെ ഇതിൽ കുറച്ച് വയമ്പലയും പിന്നെ നമ്മുടെ ഒരു തക്കാളിയും പച്ചമുളകും ഇട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ 3-4 പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് നമുക്കിനിപ്പോൾ ഫ്രൈ ചെയ്യാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കൊരു ബൗളിലോട്ട് അങ്ങ് മാറ്റാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് കുറച്ചും കൂടെ ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനൊരു മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുത്ത് ആ ഓയിലിൽ തന്നെ ഇടണം കേട്ടോ. എന്നിട്ട് അതിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നല്ല ഡ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫും പെറോട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു മൂവിക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് മൂവിക്ക്, കാരണം നമ്മൾ ബെറോട്ടയും ബീഫ് ഉള്ളതുകൊണ്ട് കഴിച്ചിട്ട് പോകാൻ നേരിട്ട്. സാധാരണ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. ഇന്നിപ്പോൾ അത് അടിപൊളി ബീഫ് ഫ്രൈ ആയിരുന്നു കേട്ടോ. ഗൈസ്, നമ്മളിന്ന് ദൃഢം മൂവി കാണാൻ വന്നിരിക്കുവാണ്. ഹൗസ്ഫുള്ളാണ് തിയേറ്റർ, കണ്ടോ? ആരും ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ നേരത്തെ കേട്ടോ, സമയമുണ്ട്. കാണിക്കണ്ടേ ഗൈസ്, നമ്മൾ നേരത്തെയാണ് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ 9 ഷോ 9 മണി ആയതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആസ് യൂഷ്വൽ പോപ്കോൺ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. ഞാൻ ഫുഡ് കഴിക്കാനും ഐസ്ക്രീം കഴിക്കാനാണ് ഞാൻ ഇവിടെ വരുന്നത്. മൂവി എന്തായാലും കൊള്ളാം ഗൈസ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ ബൈ.